എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ഇന്നത്തെ രാമായണ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് രാമായണത്തിൻ്റെ പ്രതിനായകൻ എന്നറിയപ്പെടുന്ന രാവണൻ്റെ കഥയാണ്. രാവണനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. സീതയെ തട്ടിക്കൊണ്ടുപോകുന്നു, പിന്നെ രാമരാവണ യുദ്ധം നടത്തുന്നു, രാവണനെ ശ്രീരാമൻ വധിക്കുന്നു. അങ്ങനെ രാമായണത്തിൽ പറയുന്ന കഥ എല്ലാവർക്കും അറിയാം. പക്ഷെ ചിലർക്കെങ്കിലും അറിയാത്തൊരു കാര്യമുണ്ട്, ഈ രാവണൻ എങ്ങനെയാണ് ലങ്കാധിപതിയായതെന്ന്. രാവണൻ ജനിച്ചത് ലങ്കയിലല്ല, പക്ഷെ എന്നിട്ടും ലങ്കാധിപതി ആയതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. ഇന്ന് ആ കഥയാണ് ടീച്ചർ നമുക്ക് പറഞ്ഞു തരുന്നത്. നല്ല ചോദ്യമാണ്. നമുക്ക് പുലസ്ത്യൻ കേട്ടിട്ടുണ്ടല്ലോ. പുലസ്ത്യൻ തൃണബിന്ദുവിൻ്റെ മേരു പർവ്വതത്തിൻ്റെ പാർശ്വത്തിൽ തൃണബിന്ദുവിൻ്റെ ആശ്രമത്തിൽ അദ്ദേഹം തപോനിഷ്ഠയായിട്ട് കഴിയുകയാണ്. അപ്പോൾ രാവിലെ തപസ്സും സ്വാധ്യായങ്ങളും ഒക്കെ ആയിട്ട് കഴിയും. മനോഹരമായ സ്ഥലമാണ്. അപ്പോൾ അവിടെ ചില പെൺപിള്ളേർ വരുമെന്നും അവരിവിടെ വന്നിട്ട് നല്ല കളികളും ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ബഹളം വെച്ച് ആനന്ദിക്കാൻ വേണ്ടി മാത്രം വരുന്ന ഒരു ദുരുദ്ദേശവുമില്ല. അപ്പോൾ ഇത് സ്ഥിരം പതിവാക്കിയപ്പോൾ ഇദ്ദേഹത്തിന് അത് ഉപദ്രവമായിട്ട് തോന്നി. ഒരു ശാപമാണ് ഈ മഹർഷിയുടെ വായിൽ നിന്ന്, പുലസ്ത്യൻ്റെ വായിൽ നിന്നും വരുന്നത്. അത് വിചിത്രമായ ഒരു ശാപം. ഇനി ഇവിടെ വന്നാൽ ഗർഭവതികളാകുമെന്നാണ് ശപിച്ചത്. അത് ഈ കുഞ്ഞുങ്ങൾ അറിഞ്ഞു. പിറ്റേന്ന് ആരും വന്നില്ല. പക്ഷെ ഈ ഇദ്ദേഹത്തിൻ്റെ ബിന്ദുവിൻ്റെ മകൾ മാനിനി അറിഞ്ഞില്ല. പാവം രാവിലെ വന്നു. പിള്ളേരാര് ആരെയും കാണുന്നില്ല. അവിടെ എല്ലാം ചുറ്റി നടന്നു നോക്കി. കുറച്ചു നേരമൊക്കെ അങ്ങും ഇങ്ങും ഒക്കെ നടന്നിട്ട് ആളങ്ങ് തിരിച്ച് പോകാനൊരുങ്ങുമ്പം വല്ലാത്തൊരു ഭാവമാറ്റം ശരീരത്തിന്, വയറിനോ ഒക്കെ ഒരു വല്ലാത്ത അസ്വസ്ഥത തോന്നി. ഭയപ്പാടോടെ അച്ഛൻ്റെ അടുത്ത് ചെന്നു. അച്ഛനോട് ചെന്നു കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെ അച്ഛാ, ഞാൻ അവിടെ ചെന്നു, ആരെയും കണ്ടില്ല, എനിക്കിങ്ങനെ ഒരു വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാകുന്നു. അദ്ദേഹം ദിവ്യദൃഷ്ടി കൊണ്ട് ഇത് കണ്ട് മനസ്സിലാക്കി തൻ്റെ മകൾക്ക് ശാപം ഏറ്റുവെന്ന്. അന്ന് അദ്ദേഹം ഉടൻ തന്നെ ഈ മകളെയും കൈക്ക് പിടിച്ച് നേരെ പുലസ്ത്യൻ്റെ അടുത്തേക്ക് അങ്ങ് പോവുക. അവിടെ ചെന്നിട്ട് പറഞ്ഞു, അങ്ങയുടെ ശാപം മൂലം എൻ്റെ മകൾക്ക് ഇങ്ങനെ ഗർഭവതിയായിരിക്കുന്നു. അങ്ങേ മാത്രമേ അവളെ രക്ഷിക്കാനുള്ളൂ. ഇനിയിപ്പോൾ ഇവളെ വേറൊരാൾ സ്വീകരിക്കത്തില്ല. അതുകൊണ്ട് അങ്ങ് ഇവളെ കൈക്കൊള്ളണം എന്ന് പറഞ്ഞു. അദ്ദേഹം അത് കേട്ടു. ഇവിടെ നന്നായിട്ട് സന്തോഷത്തോടു കൂടി തന്നെ പാണിഗ്രഹണം സ്വീകരിച്ചു. എന്നിട്ട് ഗർഭം പൂർത്തിയായി പ്രസവിച്ചു. ശരിക്കു പറഞ്ഞാൽ പുരുഷ സമീപ്യം കൊണ്ടുണ്ടായ ഗർഭമല്ല, വേദം കേട്ടിട്ടുണ്ടായ ഗർഭമാണ്. അതുകൊണ്ട് ആ കുഞ്ഞിനൊരു ആൺകുഞ്ഞുണ്ടായി. ആ കുഞ്ഞിന് വിശ്രവസ് എന്ന് പേരിട്ടു. നല്ല കുഞ്ഞായിട്ട് തന്നെ അച്ഛൻ്റെ കൂട്ട് തന്നെ തപസ്സാധ്യായങ്ങളിലൊക്കെ മുഴുകി അദ്ദേഹം ഇങ്ങനെ ജീവിച്ചു. ഇദ്ദേഹത്തിൻ്റെ ഈ കുഞ്ഞിൻ്റെ ഈ യുവാവായി ഇതിൻ്റെ ഈ നല്ല പ്രകൃതിയൊക്കെ കണ്ടു തന്നെ അന്ന് ഭരദ്വാജൻ തൻ്റെ മകൾ ഇളബിളയെ കല്യാണം കഴിച്ചു കൊടുത്തു. സ്നേഹത്തോടെ വളർത്തിയ കുഞ്ഞ്, അപ്പം വിശ്വസിച്ചേപ്പിക്കാം. അങ്ങനെ കൊടുത്തു. ഇവർ രണ്ടും സന്തോഷത്തോടെ കഴിഞ്ഞു. അവർക്കൊരു കുഞ്ഞുണ്ടായി. അതാണ് കുബേരൻ. അത് കുബേരൻ, വൈശ്രവണൻ എന്നും പേരുണ്ട്. കുബേരൻ ഇങ്ങനെ ഏതാണ്ട് 49,000 വർഷമാണ് ദീർഘമായ തപസ്. ആ തപസ്സിൻ്റെ അവസാനം പറഞ്ഞ മാതിരി വരം കൊടുക്കാനായിട്ട് പ്രത്യക്ഷപ്പെട്ട ഈശ്വരൻ. എന്നിട്ട് ദേഹത്തിന് നിധീശത്വം, അഷ്ടദിക്പാലകത്വം, കിന്നരശത്വം, പുഷ്പക വിമാനം, ഇത്രയും കാര്യങ്ങൾ നേടിയെടുത്തു സ്വന്തം പ്രയത്നം കൊണ്ട്, തപസ്സുകൊണ്ട്. എന്നിട്ട് അച്ഛൻ്റെ അടുത്ത് ചെല്ലുകയാണ്. ഞാൻ ചോദിക്കും, അച്ഛാ, ഞാൻ ഇത്രയൊക്കെ നേടി, ഞാൻ എവിടാ ഒന്നിരിക്കുക, എനിക്കൊരു സ്ഥലം എവിടെ എന്ന് പറയും. അന്നേരം ഇങ്ങനെ ആലോചിച്ചിട്ട് പറയും, നിനക്ക് ദക്ഷിണ ഭാരതി മധ്യേ ത്രികൂടാചലോപരി മനോഹരമായ ഒരു പുരിയുണ്ട്, ലങ്ക. അത് ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. രാക്ഷസന്മാരുടേതാണത്. രാക്ഷസന്മാർക്ക് താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വിശ്വകർമാവ് ഉണ്ടാക്കി കൊടുത്താണ്. നിനക്ക് അവിടെ പോയി സുഖമായിട്ട് വസിക്കാം. ഒന്ന് ചോദിച്ചോട്ടെ, അപ്പൊ ഈ പുലസ്ത്യന്റെ കുലത്തിലുള്ളവരാണ് രാക്ഷസന്മാർ എന്നാണല്ലോ കേട്ടിട്ടുള്ളത്. അപ്പൊ അതിന് മുന്നേ തന്നെ രാക്ഷസന്മാരുണ്ടായി എന്നല്ലേ ഈ പറഞ്ഞതിലൂടെ മനസ്സിലാക്കുന്നത്? ഓ ശരിയാണ്. അതൊരു കഥയുണ്ട്. അതായത് ബ്രഹ്മാവ് രാക്ഷസന്മാരെയും യക്ഷന്മാരെയും സൃഷ്ടിച്ചു. അപ്പം ഈ രാക്ഷസരില് 2 പേര് വളരെ പ്രഗത്ഭമതികളായിട്ട് വന്നു. ഹേതി എന്നും പ്രഹേതി എന്നും പറഞ്ഞ 2 പേര്. അപ്പൊ ഈ ഹേതി കാലന്റെ പെങ്ങളെ വിവാഹം കഴിച്ചു. പ്രഹേതി ബ്രഹ്മചാരിയായി വിവാഹമൊന്നും കഴിക്കാതെ അദ്ദേഹം അങ്ങനെ. ഹേതിക്ക് ഒരു സന്താനം ഉണ്ടായി.
അതിൻ്റെ പേര് വിദ്യുത് കേശൻ എന്ന്. നല്ല കുഞ്ഞ്, നല്ല രൂപഗുണവും സ്വഭാവ ഗുണവുമുള്ള നല്ലൊരു കുഞ്ഞുണ്ടായി, വിദ്യുത് കേശൻ. ആ കുഞ്ഞ് സാലങ്കടങ്കട എന്നൊരു പേരാണ്. അങ്ങനെ ഒരു സന്ധ്യാനന്ദിനി, സന്ധ്യയുടെ പുത്രിയാണ്, ഗന്ധർവപുത്രി. അതിനെ കല്യാണം കഴിച്ചു. നല്ല സ്നേഹത്തോടെ, രാമായണത്തിൽ പറഞ്ഞ കന്ദർപ്പലീലയോടെ അവരിങ്ങനെ സഞ്ചരിക്കുകയാണ്. അങ്ങനെ പോകുമ്പോൾ ഗർഭവതിയാകുന്നു, പ്രസവിക്കുന്നു. പക്ഷേ ഈ കുഞ്ഞിനെ അവർ എടുത്തില്ല, അതിനെ അവിടെ തന്നെ ഇട്ടു, കളഞ്ഞു. എന്നിട്ട് വീണ്ടും ഇവരിങ്ങനെ ഇണപിരിയാതെ ഈ പ്രണയപരവശരായിട്ട് നടന്ന് അങ്ങ് പോവുകയും ചെയ്തു. ഈ കുഞ്ഞാകട്ടെ ഇവിടെ കിടന്ന് ഭയങ്കരമായിട്ട് കൈകാലിട്ട് അടിച്ച് ബഹളം വെച്ച് കരഞ്ഞു. ആ സമയത്ത് ശിവനും പാർവതിയും കൂടെ ആകാശത്തൂടെ പോവുകയാണ്. പാർവതി പെട്ടെന്ന് ഈ കുഞ്ഞിൻ്റെ ശബ്ദം കേട്ടു, കരയുന്ന ശബ്ദം. ഭഗവാനോട് പറഞ്ഞു, താഴേക്ക് നമുക്ക് പോകാം. ഞാൻ താഴെ വന്ന് ഈ കുഞ്ഞ് കരയുന്നു, കുഞ്ഞിനെ എടുത്തു പാർവതി ദേവിയെ അതിന് പാല് കൊടുത്തു. ശിവന് വലിയ വാത്സല്യം തോന്നി. ഉടൻ തന്നെ അവിടെ ഒരു പുരം ഉണ്ടാക്കി, ഒരു ആലയം ഉണ്ടാക്കി, ഒരു വീട് ഒക്കെ ഉണ്ടാക്കി ഈ കുഞ്ഞിനെ അവിടെ പെട്ടെന്ന് തന്നെ അതിനെ യുവാവാക്കി. എന്നിട്ട് സുകേശൻ എന്ന് പേര് കൊടുത്തു, ഇവിടെ പാർപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ എൻ്റെ കിങ്കരനായിട്ട്, കിങ്കരൻ എന്നുള്ള വാക്കറിയാലോ, എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്ന ആളിനെയാണ് കിങ്കരൻ എന്ന് പറയുന്നത്. എൻ്റെ കിങ്കരനായിട്ട് നീ ഇവിടെ താമസിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങ് പോയി. ഇദ്ദേഹം നല്ല സ്വഭാവത്തോടു കൂടി തന്നെ ഈ പൂർവികരുടെ കൂട്ട് തന്നെ നന്നായിട്ട് തന്നെ പോയി. അച്ഛനമ്മമാരാൽ പരിപാലിക്കപ്പെട്ടില്ലെങ്കിലും ആ യുവാവ് നന്നായി വളർന്നു എന്നുള്ളതാണ്. സുകേശൻ അങ്ങനെ നന്നായി വന്നു. പക്ഷെ അടുത്ത തലമുറ വരുമ്പോഴത് മാറുന്നുണ്ട്. അത് കഴിഞ്ഞപ്പം അന്ന് ഇത് കണ്ട അന്നത്തെ ഗന്ധർവശ്രേഷ്ഠനായ ഒരു ഗ്രാമണി ഇദ്ദേഹത്തിന് തൻ്റെ മകൾ വേദവതി എന്ന് പറയും കല്യാണം കഴിച്ചു കൊടുത്തു. അവർക്ക് 3 മക്കളുണ്ടായി. അവരാണ്, മോള് കേട്ടിട്ടുണ്ടായിരിക്കും, മാലി, സുമാലി, മാല്യവാൻ. ഇങ്ങനെ 3 മക്കൾ അവർക്കുണ്ടായി. അതിൽ ഇവര് പറഞ്ഞ മാതിരി തന്നെ തപസ് ചെയ്തു. നന്നായിട്ട് 3 പേരും വളരെ നാൾ തപസ് ചെയ്തു. പക്ഷേ ഇവർക്ക് നേടിയ വരം ദുരുപയോഗം ചെയ്തു. ത്രിലോകങ്ങളെയും ഇവര് തങ്ങളുടെ ദുഷ്ടത കൊണ്ട് ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു. ദേവ, ഗന്ധർവ, യക്ഷ, ഉരഗാദികളെല്ലാം പോയി മാളത്തിൽ ഒളിച്ചു, ഗുഹയിൽ ഒളിച്ചു. ദേവന്മാർക്ക് സങ്കടം. അവരെല്ലാം കൂടെ ചെന്ന് ശിവനെ കണ്ടു, ശിവനോട് പറഞ്ഞു. അപ്പൊ ശിവന് നമുക്ക് ഓർത്തോണം, സ്വജനപക്ഷപാതം വന്നുകൊണ്ട് ശിവൻ ആലോചിച്ചപ്പോ ആരുടെ മകനാ? സുകേശന്റെ മകനാ. അപ്പൊ പറഞ്ഞു, എനിക്ക് ഇതിനകത്ത് ഇടപെടാൻ ബുദ്ധിമുട്ടുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യും, വൈകുണ്ഠത്തിൽ ചെന്ന് അദ്ദേഹത്തിനോട് പറയൂ. അവരെല്ലാം കൂടെ അങ്ങോട്ട് ചെന്നു. ഭഗവാൻ ഏറ്റു. യുദ്ധം നടന്നു. ഭയങ്കര യുദ്ധം തന്നെയാണ്. അങ്ങനെ മാലി വധിക്കപ്പെട്ടു. ഉടനെ തന്നെ സുമാലി, ചേട്ടന് മൂത്ത ആളാണ്, ഏറ്റവും പ്രഗത്ഭനും ശക്തിമാനുമായ ചേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് പെട്ടെന്ന് ഒരു ഭയം ഉണ്ടായിട്ട് നേരെ യുദ്ധമൊക്കെ വിട്ടങ്ങ് ലങ്കയിലോട്ട് പോയി. അവിടെ നിന്ന് പക്ഷെ ഭഗവാൻ വിട്ടില്ല, അങ്ങോട്ടും ചെന്ന് രാക്ഷസരെ നന്നായിട്ട് ഉപദ്രവിക്കാൻ തുടങ്ങി. ഇവര് 2 പേരും, സുമാലിയും മാല്യവാനും, രാക്ഷസരടക്കം അങ്ങ് പാതാളത്തിൽ പോയി ഒളിച്ചു. അങ്ങനെയാണ് ഈ ലങ്ക ഇപ്പം ആളില്ലാതായിരിക്കുന്നത്, ഒടിഞ്ഞു കിടക്കുന്നത്. അവിടേക്കാണ് ഈ കുബേരനോട് പോയി താമസിച്ചോളാൻ പറയുന്നത്. അങ്ങനെ കുബേരൻ ഇവിടെ വന്നു. അപ്പൊ ഈ ബാക്കി നമുക്കറിയണമല്ലോ. ഈ സുമാലി അവിടെ കുറെ കാലം ഇങ്ങനെ താമസിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് തോന്നി, ഭൂമിയിൽ എന്തായിരിക്കും ഇപ്പം നടക്കുന്നത്, ഒന്ന് കണ്ടുകളയാ എന്നോർത്ത് മകൾ കൈകസി. അപ്പോൾ ഇവരെല്ലാവരും കല്യാണം കഴിച്ചു, ഇവർക്കെല്ലാം മക്കളുണ്ട്. അവരെല്ലാം കൂടാണ് ഈ നാശമെല്ലാം കാണിച്ചുകൊണ്ട് നടന്നത്. അപ്പം ഈ മകളെയും കൂട്ടി ഇദ്ദേഹം വനത്തിൽ തിരിച്ചു വന്നു, ഭൂമിയിൽ വന്ന് ഇങ്ങനെ ദേശാടനം ചെയ്ത് നടക്കുകയാണ്. ശ്ലേഷ്മോദകം അവിടാണ് ഇവരുടെ തമ്പടിച്ചേക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ട് കുബേരൻ ലങ്കയിൽ നിന്ന് അച്ഛനെ കാണാൻ അങ്ങ് അളകാപുരിയിലേക്ക് പോവുകയാണ്. ആകാശത്തൂടെ പോകുന്ന കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലൊരു വല്ലാത്ത സന്തോഷം ഉണ്ടായി, ഒരു പ്രതീക്ഷ, ഒരു പ്രത്യാശ ഉണ്ടായി. കാരണം ഇതുപോലെ ഒരു കുഞ്ഞ് എൻ്റെ മകൾക്കുണ്ടായാൽ ഇപ്പോഴത്തെ നമ്മുടെ ഈ കഷ്ടകാലമൊക്കെ തീരും. അതിനെക്കുറിച്ച് ആലോചിച്ചു മകളെ വിളിച്ച് പറഞ്ഞു, മോളെ ഇനി നിന്നെ ആരും കല്യാണം കഴിക്കുമെന്ന് എനിക്ക് വിചാരമില്ല, നീയാണെ പ്രായപൂർത്തി കഴിഞ്ഞിരിക്കുന്നു. ശത്രുഭീതി നിമിത്തം നമ്മുടെ അടുത്തേക്ക് നിന്നെ വിവാഹം കഴിക്കാൻ ആരും വരത്തില്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, നീ പുലസ്ത്യനെ ചെന്ന് അദ്ദേഹത്തിനെ പ്രാപിക്കുക എന്ന് തന്നെ അച്ഛൻ മകളോട് പറഞ്ഞു കൊടുക്കുകയാണ്. അദ്ദേഹത്തിന് സേവ ചെയ്യണം. അങ്ങനെ ചെല്ലുകയാണ്. ചെന്ന് പിന്നെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലും. സന്ധ്യാസമയമാണ്. അദ്ദേഹം സന്ധ്യാവന്ദനത്തിന് പോകാൻ ഒരുങ്ങി ഇരിക്കുന്ന സമയത്ത് ഇവള് ചെന്ന്
നേരെ ചോദിക്കാണ്, എനിക്ക് മക്കളെ തന്നാലും പുത്രാരം ദേഹി, പുത്രാര 3 പ്രാവശ്യം ഇങ്ങനെ ആവശ്യപ്പെട്ട് സന്താനമാശു ദേഹീതി ദേഹീതി എന്നിങ്ങനെ പറയുക. അപ്പൊ അദ്ദേഹം മന്ദിച്ചു നിന്നു. ഇവൾ എന്താ ഈ പറയുന്നത്? ഈ അസ്തംഗത വേള, ദാരുണ സമയം, ഇപ്പൊ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങള് ദുഷ്ടന്മാരും പാപികളുമായി തീരും. അപ്പൊ പറഞ്ഞ അങ്ങനെ ഉണ്ടായാലും അങ്ങേക്കല്ലേ അതിന്റെ ദൂഷ്യം വരുന്നത്, എനിക്കല്ലല്ലോ. അങ്ങനെ ആലോചിച്ചിട്ട് അവിടെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒടുവിൽ ഒരു കുഞ്ഞ് നിനക്ക് നല്ലതായിട്ട് കിട്ടും, എങ്കിൽ അത്രയും മതി എന്ന് പറഞ്ഞിട്ട് വിധി അവിടെ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അവിടെ മക്കളുണ്ടായി. ഈ കൈകസിക്ക് യമങ്ങൾ ഇടവിട്ട് 10 തലയുള്ള രാവണനും കുംഭം പോലെ കുടം പോലെ കർണമുള്ള കുംഭകർണൻ, മുറം പോലെ നഖമുള്ള ശൂർപ്പണഖ, മുറമാണ്. അതുപോലെ ആ മുറം പോലെ നഖം എന്ന് പറയുമ്പോൾ അവളുടെ രൂപം നമുക്ക് ആലോചിക്കാം. വിഭീഷണൻ എന്ന് വെച്ചാൽ ഭീഷണമില്ലാത്തതെന്ന്, ഭയപ്പെടാത്ത അങ്ങനെ രൂപത്തോടുകൂടി ഒരു കുഞ്ഞും ഉണ്ടായി. അപ്പോഴത്തേനെ പുലസ്ത്യൻ കൈയൊഴിഞ്ഞു. അമ്മ ഈ കുഞ്ഞുങ്ങളുമായിട്ട് വീണ്ടും നല്ല ബുദ്ധിമുട്ടി തന്നെ ആയിരിക്കുമല്ലോ കഴിയുന്നത്. ആ സമയത്താണ് ഇപ്പഴിഞ്ഞ പോലെ ശ്ലേഷ്മോദകാടവേലി മക്കളുമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മേളിൽ കൂടെ വീണ്ടും കുബേരൻ പോവുക. അപ്പം വല്ലാതെ അസൂയ വന്നു, സങ്കടം വന്നു അമ്മയ്ക്ക്. കണ്ടോ തവ അഗ്രജൻ പോകുന്ന കൂപ്പനെ, ഇന്ന് നിനക്കും അവനും ഒരു മുനി തന്നെ പിതാവ്, നിന്റെ അച്ഛനും അവൻ്റെ അച്ഛനും ഒന്ന, പക്ഷെ എന്താ ഫലം എന്ന് ചോദിക്കും. അപ്പോഴാണ് രാവണൻ സടകൊട്ടം ഞങ്ങൾ എഴുന്നേൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്വത്തും അങ്ങ് വളരുക. എന്നിട്ട് പറഞ്ഞു, അമ്മേ ഞാൻ ഇന്ന് ഇവനിലും അധികമായിട്ട് വരും എന്ന് പറഞ്ഞിട്ട്, എങ്ങനെ പക്ഷെ ആരുണ്ട്? പിൻബലമില്ല, പണമില്ല, ഒന്നുമില്ല. ഈശ്വര കടാക്ഷം കൊണ്ടല്ലാതെ നമുക്ക് വേറെ മാർഗമില്ല. അതുകൊണ്ട് ഈ 4 പേരും മക്കൾ അമ്മയോട് അനുമതി ചോദിച്ചിട്ട് ഗോകർണത്ത് പോയി അതികഠിനമായ തപസ് ചെയ്തു, വരം നേടി. വർഷങ്ങൾ, എത്രയോ അറിയാലോ, അതൊക്കെ വളരെ പ്രസിദ്ധമായ കഥയാണ്. എന്നിട്ട് തലഛേദിക്കുന്നൊക്കെ ആയിട്ട് അത് കഴിഞ്ഞ് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ചോദിക്കുന്ന വരങ്ങൾ അവർക്ക് എന്തെല്ലാം ചോദിക്കാമായിരുന്നു. ഒരാൾ മനുഷ്യർ ഒഴിച്ച ആരും മനുഷ്യർ മാത്രമേ കൊല്ലാവൂ, രണ്ടാമതൊരാൾ എനിക്ക് ഉറങ്ങണം, മൂന്നാമതൊരാൾ എനിക്ക് ഭജിക്കണം. ഈ തരത്തിൽ പോകുമ്പോഴേ നമുക്കറിയാം ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന്. അത് കഴിഞ്ഞ് ഇവര് ഇതുമായിട്ട് തിരിച്ചു വന്നു. അപ്പോൾ സുമാലിയ ഉണ്ടല്ലോ, അപ്പൂപ്പൻ, അമ്മയുടെ അച്ഛൻ, അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. എല്ലാം നേടി വന്നിരിക്കുകയാണ് മക്കള്. ഇനിയും പക്ഷെ നമുക്ക് ഇരിപ്പിടം വേണം. എവിടെ പോയി താമസിക്കും? പറഞ്ഞു, പുലസ്ത്യന്റെ മൂത്ത മകൻ ഇന്നടുത്ത് താമസിക്കുന്നുണ്ട്. നമുക്ക് ആശരവംശത്തിന്, രാക്ഷസ വംശത്തിന് അവകാശപ്പെട്ടതാണ് ഈ ലങ്ക, അതുകൊണ്ട് അങ്ങോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മര്യാദയ്ക്ക് ചെന്ന് ചോദിക്കാം എന്ന് വിചാരിച്ച് രാവണൻ അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. രാവണൻ അങ്ങോട്ട് ആളിനെ വിടും, പ്രഹസ്തൻ എന്ന് പറഞ്ഞ ഒരു ദൂതനെ വിടും. എന്നിട്ട് പറയും, ഇവിടെ ഒഴിഞ്ഞു പോകണമെന്നാണ് പറയുന്നത്, ഞങ്ങൾക്ക് താമസിക്കാൻ. അപ്പം അദ്ദേഹം പറയൂ, വലിയ സന്തോഷമാണ് കുബേരന്, അതിനെന്താ, അവൻ വരട്ടെ, എൻ്റെ അനിയനല്ലേ അവൻ, ഞങ്ങൾ ഒന്നിച്ചിവിടെ താമസിച്ചോളാം എന്ന് പറഞ്ഞ് ദൂതനെ അങ്ങോട്ട് അയക്കും. പക്ഷെ വിശ്രവിശ്വത അറിയും, വേണ്ട മോനെ, അവന് നീയും കൂടെ അവിടെ ശരിയാവത്തില്ല, നിന്റെ രീതി അല്ല അത്, അതുകൊണ്ട് നീ ഇങ്ങ് പോരെ എന്ന് പറഞ്ഞിട്ട് നേരെ അച്ഛൻ്റെ അടുത്തേക്ക് അളകാപുരിയിലേക്ക് കുബേരൻ അങ്ങ് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് രാവണൻ എല്ലാവരും ആയിട്ട് ഇവിടെ വന്ന് അഭിഷേകം നടത്തി ലങ്കാധിപതിയായിട്ട്. അതിനിടയ്ക്ക് ഒരു കഥ കേട്ടിട്ടുണ്ട്, കുബേരനിൽ നിന്നും പുഷ്പക വിമാനം ഉൾപ്പെടെയുള്ളവ തട്ടിയെടുക്കുകയാണെന്ന് രാവണൻ. അതെന്താന്ന് ചോദിച്ചാല് രാവണൻ നാശം തന്നെ കാണിക്കുകയാണ്. അത് ഈ ചേട്ടനല്ലേ, അദ്ദേഹത്തിന് സങ്കടമായി. എന്നിട്ടൊരു ദൂതനെ അയക്കും. അവിടെ പറയും, നിന്നെ കുറിച്ച് ആരും നല്ലത് പറയുന്നില്ല, നീ ഇങ്ങനെ മോശം ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞ് ഉപദേശ രൂപേണ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് അയക്കുകയാണ്. എന്നിട്ട് ഈ രാവണൻ അത് പക്ഷെ അവനെല്ലാം നേടി, അഷ്ടദിക്പാലക വിമാനം ഇതെല്ലാം ഉണ്ട്. എന്നിട്ട് ഞാനിതൊന്നും ആവരുതോ, അതുകൊണ്ട് ഈ ദൂതനെ എന്ത് ചെയ്തു, വെട്ടി നുറുക്കുക. അതുകൊണ്ടാണ് പിന്നെ ദൂതൻ മൂലം മരണം നടക്കുന്നത് ഹനുമാന്റെ. അങ്ങനെ വെട്ടി നുറുക്കി പകരം അപ്പൊ ദൂതനെ വിട്ട തിരിച്ചു ചെന്ന് മറുപടി പറയണമല്ലോ. നേരെ അങ്ങോട്ടങ്ങ് ചെന്നു. അവിടെ ചെന്ന് യുദ്ധമാണ് ചേട്ടനോട്, ഇത്രയും സ്നേഹമുള്ള ചേട്ടനോട് യുദ്ധം ചെയ്തു, നന്നായിട്ട് യുദ്ധം ചെയ്തു. അവസാനം ഇദ്ദേഹത്തിനെ മയങ്ങിപ്പോയ പിന്നെ കുബേരൻ മയങ്ങിയ സമയത്ത് പുഷ്പക വിമാനവും തട്ടിയെടുത്തോണ്ട് ഇങ്ങനെ പോരുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് കൈലാസത്തിൽ വന്നപ്പം അവിടെ ഉറച്ചു പോകുന്നതും കൈലാസം ഉദ്ധരിക്കുന്നത്. അവിടെ ശിവൻ
ഇദ്ദേഹത്തിനെ സമ്മാനിതനാക്കിയാണ്. അതുവരെയുള്ള ദശമുഖൻ മാറ്റിയിട്ട് രാവൺ തൊതിയ നിന്റെ ശബ്ദം ഈ ലോകം മുഴുവൻ കേട്ടത് കൊണ്ട് ഇന്ന് മുതൽ നീ രാവണൻ എന്നറിയപ്പെടും. അത് കഴിഞ്ഞ് ചന്ദ്രഹാസം എന്ന് പറയുന്ന വലിയൊരു അവാർഡ് കൊടുക്കുന്നു. ഇതിങ്ങനെ ത്രിമൂർത്തികളിൽ ഒരാളുടെ പിൻബലം കൂടായപ്പോൾ വീണ്ടും ഭയങ്കരമായിട്ട് അഹങ്കരിച്ചു. പിന്നൊരു വേദവതിയെ ആക്രമിച്ചത് മുതൽ ഒരു 19 മോശം പ്രവർത്തികൾ ചെയ്തു 19 ശാപമാണ് ഇദ്ദേഹം വാങ്ങിച്ചു കൂട്ടുന്നത്. അങ്ങനെ രംഭ മകളാണെന്ന് കുബേരന്റെ മകന്റെ വധുവാണ്. ആ സമയത്താണ് നളകൂപര് ശപിക്കുകയാണ്, ഇനിയും അരയിലെ സ്ത്രീയെ സ്പർശിച്ചാൽ അങ്ങനെ ശാപം കിട്ടി. എന്നിട്ട് ഈ പുഷ്പ വിമാനം അദ്ദേഹത്തിലും തട്ടിയെടുത്ത് അതും ലങ്കയുടെ ഈടുവെപ്പിലോട്ട് മാറ്റി. ഈ രാവണൻ നല്ലൊരു സംഗീതജ്ഞനാണെന്ന് കേട്ടിട്ടുണ്ട്. വീണ വായിക്കുന്ന ആളാണ്. അത് രുദ്രവീണയാണ് വായിക്കുന്നത്. സാമഗാനം പേരിൽ വീണയല്ലേ അടയാളം വെച്ചിരിക്കുന്നത്, കൊടിയടയാളം. സാമഗാനം ഈ ഇവിടെ കിടന്നല്ലോ കൈലാസം പൊക്കിയിട്ട് വിരല് 10 ഇതിനിടയിലാക്കി അങ്ങനെ കിടക്കുക. അങ്ങനെ പെരുവിരൽ കൊണ്ട് ചെറുതായിട്ട് നമുക്കിതേ ഉള്ളൂ. ശിവൻ അവിടെ കിടന്നു അമുറി ഈ ശബ്ദം. അത് അന്നേരമായി രാവൺ തൊതിയം 3 ലോകത്തിലും വ്യാപിച്ചെന്നൊക്കെ പറയുന്നത് പിന്നീട്. എന്നിട്ട് ഭഗവാൻ അനങ്ങി എലിക്കാലിങ്ങനെ പെരുവിരൽ അമർത്തി പിടിച്ചോണ്ട് അവിടെ ഇരുന്നു. അവിടെ ഒരു സന്തോഷം ഉണ്ടായത്. പാർവതി ദേവി ഓടി വന്ന് ഇദ്ദേഹത്തിനെ ഒന്ന് അലിംഗനം ചെയ്തു. ആ സന്തോഷത്തിലാണ് ഈ ബാക്കി ചെയ്യുന്നത്. ഇദ്ദേഹത്തിനെ ഇതുപോലെ സമ്മാനിതനാക്കുന്നതൊക്കെ അതുകൊണ്ടാണെന്നൊരു തുള്ളൽ കഥയിലൊക്കെ അതിനെക്കുറിച്ച് നല്ല വർണ്ണനയുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഈ സമയത്ത് ഞാൻ സാധാരണ ഒരാളോടല്ല ഏറ്റുമുട്ടിയെന്ന് മനസ്സിലായ സമയത്ത് ഇദ്ദേഹം അവിടെ കിടന്ന് കൈകൾ രുദ്രവീണയാക്കിയിട്ട് സാമഗാനം പാടിയെന്ന്. അപ്പോഴാണ് ഭഗവാൻ കാലയച്ചത് തൻ്റെ മുമ്പിൽ വരുത്തുന്നത്. അപ്പോൾ രാവണൻ ലങ്കാധിപതി ആയത് എങ്ങനെയെന്ന് ഇപ്പം മനസ്സിലായില്ലേ? മറ്റൊരു കഥയുമായി നാളെ വീണ്ടും എത്താം. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം.